ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു കപ്പ കുഴച്ചതും മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് തനി നാടൻ റെസിപ്പിയാണ്. കാരണം കപ്പയും മീനുമായിട്ട് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കപ്പ കുഴച്ചതും മീൻ കറിയും നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അപ്പം ഞാൻ മീൻ കറി വെക്കാനായിട്ട് എടുത്തത് ചാള മീനാണ്. ചാള അല്ലെങ്കിൽ മത്തി എന്ന് പറയും. അപ്പോൾ ഈ മീൻ കറി വെച്ചിരിക്കുന്നത് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് മീൻ കറി വെച്ചിരിക്കുന്നത്. നല്ല ഒരു രീതിയിലാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കപ്പ കുഴച്ചത് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തത്തിൽ കാണുക. പിന്നെ ഇന്നലെ എനിക്ക് ഞാൻ സാധാരണ നോർമലി ഓരോ ദിവസം ഇടപെട്ടാണ് വീഡിയോ ഇടുന്നത്. പക്ഷേ ഇന്നലെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അത് ചെറിയൊരു വിഷമഘട്ടത്തിൽ ഇരുന്നതുകൊണ്ടാണ് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റാതിരുന്നത്. കാരണം ഒരുപക്ഷെ എല്ലാവരും കണ്ടു കാണുമായിരിക്കും, കൊല്ലം ജില്ലയിൽ കാവനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൊറോണ വന്നിട്ട് ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ അപ്പയും മമ്മിയും താമസിക്കുന്ന സ്ഥലത്താണത് സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലാണ്. അപ്പോൾ ശരിക്കും ആ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് എന്താ ഡെസ്പായിപ്പോയി. എന്തോ ചെയ്യണമെന്ന് അറിയില്ല. ഭയങ്കര വിഷമത്തിലിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു ജോലി ഇതായതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. അപ്പം എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ നാടിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കപ്പ കുഴച്ചത് മീൻ കറി ഉണ്ടാക്കിയത് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യം മീൻ കറി വെക്കാം. മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഐറ്റങ്ങൾ ഇത്രയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മീനെ പറ്റി പറയാം. ഇത് കറക്റ്റ് ഒരു 6 കഷ്ണം ചാളയാണ് കേട്ടോ. എനിക്ക് ഈ 6 ചാള കിട്ടിയത് 100 രൂപയ്ക്കാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇത് മതി, ധാരാളം ആയതുകൊണ്ട് ഞാൻ ഇത്രയും വാങ്ങിച്ചോളൂ. പിന്നെ നിങ്ങളുടെ വീട്ടിൽ അംഗങ്ങൾ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ മീനിൻ്റെ കഷ്ണങ്ങൾ കൂട്ടിയാൽ മതി. അപ്പം ഇത് ഈ മീൻ ഞാനിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ചാളയ്ക്ക് ചില സ്ഥലത്ത് മത്തി എന്ന് പറയും, ചാള അല്ലെങ്കിൽ മത്തി. ഓക്കെ. പിന്നീട് ഇനി ഇത് ഞാൻ എടുത്തിരിക്കുന്നത്, ഇത് കറക്റ്റ് ഒരു കപ്പ് 2-ാം പാലാണ് തേങ്ങയുടെ. ഇത് ഒരു 1/2 കപ്പ് 1-ാം പാലും. അപ്പോൾ തേങ്ങയുടെ 2-ാം പാൽ 1 കപ്പും 1-ാം പാൽ 1/2 കപ്പും. ഇനി അടുത്തതായിട്ട് ഇത് ഒരു സവോള ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിരിക്കുവാണ്. ഇത് കറക്റ്റ് ഒരു 3 കഷ്ണം പച്ചമുളക്, അത് ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു മീഡിയം സൈസ് ഇഞ്ചി, അതും നീളത്തിലാണ്. മീൻ കറിയൊക്കെ വെക്കുമ്പോൾ ഞാൻ എപ്പോഴും നീളത്തിലാണ് ഇഞ്ചിയൊക്കെ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി പൊടികൾ പറ്റി പറയാം. 3 പൊടികളാണ് ആകെ എടുത്തിരിക്കുന്നത്. ഇതൊരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു വലിയ കഷ്ണം കുടംപുളി. അപ്പോൾ ഇത്രയും ഐറ്റങ്ങളാണ് നമുക്ക് മീൻ കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ കറി വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കറി വെച്ച് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെക്കാം. ഞാനിവിടെ ഒരു മൺചട്ടിയാണിന്ന് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചട്ടി ഉണ്ടല്ലോ, ഞങ്ങളുടെ ഇവിടെ ഒരു പള്ളിയുണ്ട്, കടവൂർ പള്ളി എന്ന് പറയും. അപ്പോൾ അവിടെ പെരുന്നാൾ വന്നപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഈ പെരുന്നാളിന് മെയിനായിട്ട് എനിക്ക് തോന്നുന്നു അവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു ഈ ചട്ടികൾ ഒത്തിരി വരും. പല സൈസിലുള്ള പല മോഡലിലുള്ള ചട്ടികൾ വരുമല്ലോ. അപ്പം ഞാൻ ലാസ്റ്റ് ടൈം പോയപ്പോഴത്തേക്കും ഞാൻ അവിടുന്ന് വാങ്ങിയ ചട്ടിയാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയ ചട്ടിയാണ്. നല്ല സൈഡിലൊക്കെ നല്ല ഡിസൈനാണ്. അങ്ങനെ നോക്കി ഞാൻ വാങ്ങിയ ചട്ടിയാണ്. കുഴപ്പമില്ല, ചട്ടി വീട്ടിൽ കൊണ്ടുവന്നിട്ട് കറിയൊക്കെ വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഈ ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിന്ന് വെളിച്ചെണ്ണയിലാണ് ഈ കറി തയ്യാറാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടി ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കറക്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ചട്ടി അത് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് സവോളയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആദ്യം നമുക്ക് സവോള ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സവോളയുടെയൊക്കെ നിറം മാറി നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് അടുത്തതായിട്ട് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. സവോള പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്. വളരെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. തീ അങ്ങ് ലോ ഫ്ലെയിമിലോട്ട് വെക്കുക. എന്നിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും.
ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി. പൊടികളെല്ലാം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെക്കാവുള്ളൂ. കാരണം ചട്ടിയൊക്കെ ആയതുകൊണ്ട് ചിലപ്പം പൊടികൾ കരിഞ്ഞു പോകും. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് മീൻ കറിയൊക്കെ വെക്കുമ്പോൾ, അതായത് ചട്ടിയിലൊക്കെ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പൊടികളൊക്കെ വഴറ്റിയെടുക്കാവുള്ളൂ. കാരണം നമ്മളിപ്പോൾ പൊടിയായിട്ടല്ലേ ഇതിട്ട് കൊടുത്തിരിക്കുന്നത്. അല്ല പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് പേസ്റ്റ് മാതിരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം മാറി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന രണ്ടാം പാലില്ലേ അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളിയും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവി നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ കറിയുടെ ആ ഒരു അളവ്, അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് നിങ്ങളുടെ വെള്ളം ആ ഒരു കണക്കിന്. ഇപ്പം ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത് ചൂടുവെള്ളമാണ് കേട്ടോ. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ സവോള വഴറ്റിയ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ശകല ഉപ്പായിരുന്നു. ഇപ്പോൾ ആ ഉപ്പിൻ്റെ ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിത് കവർ ചെയ്ത് കൊടുക്കാം. കവർ ചെയ്ത് കൊടുത്തിട്ട് നമ്മളുടെ ഈ ഗ്രേവി ഇരുന്നൊന്ന് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ അടപ്പ് മാറ്റിയിട്ട് ഇതിനകത്തോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ പൊടികൾ വഴറ്റിയ സമയത്ത് ലോ ഫ്ലെയിമിലല്ലേ ഇരുന്നത്. അപ്പം ഞാൻ ഇത് അടച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഹൈയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മീനെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം കൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സ്പൂൺ ഇതിൽ നിന്നങ്ങ് മാറ്റാം. എന്നിട്ട് ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റോളം വേവിക്കാം. ഞാൻ ഫ്ലെയിം അങ്ങ് മീഡിയത്തിലോട്ട് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ തീയുടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റ് ഒരു 10 മിനിറ്റോളം ഇങ്ങനെ ഇരുന്ന് വേവട്ടെ. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മീൻ കഷ്ണങ്ങൾ ഉടയാത്ത മാതിരി ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. എണ്ണയൊക്കെ മുകളിൽ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1-ാം പാലുണ്ടല്ലോ അത് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഈ 1-ാം പാൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കറി ഇട്ട് തിളപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കറി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് തീയങ്ങ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറിയിൽ ഇവിടെ തിള വീണ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തീയങ്ങ ഓഫ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായിട്ട് വന്നിരിക്കുവാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് കപ്പ കുഴയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ മീൻ കറി ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് കപ്പ കുഴയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് കറക്റ്റ് ഒരു 1 കിലോ കപ്പയാണ് കേട്ടോ. 1 കിലോ കപ്പ ഞാൻ വളരെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുവാണ്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പയാണ്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഇപ്പോൾ ഇതിന് കപ്പ മുങ്ങി നിൽക്കുന്ന ആ ഒരു അളവിന് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, കറക്റ്റ് 1 കപ്പ് വെള്ളം വേണ്ടി വന്നു. ഇനി നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഇതിനകത്ത് ഉപ്പിട്ട് കൊടുക്കുന്നില്ല. കാരണം ഈ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം ഞാൻ തിളച്ച് കഴിയുമ്പോൾ ആ വെള്ളം ഞാനങ്ങ് കളയും. കാരണം കപ്പയിലൊരു ചെറിയൊരു മട്ട് കണക്കത്തുള്ള സംഭവമുണ്ട്. അപ്പം ആദ്യത്തെ തിള വരുന്ന ആ വെള്ളം അങ്ങ് കളയണം. ഞാൻ സ്ഥിരം അങ്ങനെ ചെയ്യുന്നത്. ഇനി അതിന് ശേഷം പിന്നെയും നമ്മൾ വെള്ളം ഒഴിച്ച് ഇതുപോലെ തന്നെ വേവിക്കും. അപ്പോഴത്തേക്കാണ് ഞാൻ ഇതിലോട്ട്
ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിവിടെ നിന്നും തിളക്കട്ടെ. അപ്പോൾ ഈ ടൈമിന് നമുക്ക് കപ്പ കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കപ്പ കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതൊരു കറക്റ്റ് 1/4 കപ്പ് തേങ്ങയാണ്. ഇതൊരു 9 കഷ്ണം ചെറിയുള്ളി നീളത്തിൽ കട്ട് ചെയ്തത്. ഇതൊരു 3 കഷ്ണം പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത്. ഇതൊരു 3 കഷ്ണം ഉണക്കമുളക്. ഇതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കടുക്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കപ്പ കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഈ വെള്ളം അങ്ങ് മാറ്റി കൊടുക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ തിളപ്പിച്ച വെള്ളം ഞാൻ ഒഴിച്ചു കളഞ്ഞു. ഇനി വേറെ വെള്ളം ഇതിലോട്ട് ഒഴിക്കുവാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതായത് ഈ വെള്ളത്തിൽ ഉപ്പ് നല്ലതുപോലെ ഇട്ടിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ കറക്റ്റ് ഉപ്പിൻ്റെ അളവാണെങ്കിൽ കപ്പയിലും കറക്റ്റ് ഉപ്പ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ ഉപ്പ് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഒന്നും ചെയ്യാനായിട്ടില്ല. ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വേവ് നോക്കി നോക്കി നിന്ന് ഓഫ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാതെ കറക്റ്റ് ഒരു കണക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും സാധനം കൊണ്ട് കുത്തി നോക്കി അല്ലെങ്കിൽ ഒരു കഷ്ണം കപ്പ എടുത്തിട്ടൊന്ന് കഴിച്ച് നോക്കിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഈ കപ്പ എവിടെ ഇരുന്നിനി എവിടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് പോരാ, കുറച്ചുകൂടെ വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുഴച്ചെടുക്കാനുള്ള കപ്പയാണ്. അപ്പം നമ്മളിത് വെന്തതിന് ശേഷം, അതായത് നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ ഈ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പിന്നെ ഈ കപ്പ നമുക്ക് നന്നായിട്ട് ഉടയ്ക്കണം. ഏതെങ്കിലും സ്പൂണോ അല്ലെങ്കിൽ തവിയുടെ ഏതെങ്കിലും സ്പൂണൊക്കെ കൊണ്ട് നന്നായിട്ട് ഈ കപ്പ ഉടയ്ക്കണം. അപ്പം അതുകൊണ്ട് മാക്സിമം നല്ലതുപോലെ വേവുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുവാണ്. ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ വെള്ളം ഇതിൽ നിന്നങ്ങ് ഡ്രെയിൻ ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ കപ്പ ഇതുപോലത്തെ സ്പൂണോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൗകര്യം അനുസരിച്ചിട്ട് ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കണം. അപ്പം ഞാനത് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാനിവിടെ നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതേമാതിരി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് കപ്പ കുഴയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കപ്പ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാനാണ്, ഒരു ചെറിയ വർക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലൂടെ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് 3ഉം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഉള്ളിയുടെ നിറം മാറുമ്പോൾ ഇതിലോട്ട് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പച്ചമുളക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. കറക്റ്റ് 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തായിരുന്നു കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോൾ ഇതിലോട്ട് നമുക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന കപ്പ ഉണ്ടല്ലോ, ഉടച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കപ്പ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കപ്പ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഇതിനകത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ കപ്പ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണ്. കറക്റ്റ് 1/4 കപ്പ് തേങ്ങ. എന്നിട്ട് ഈ തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇങ്ങനെ കിടക്കണം. എന്നിട്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. കപ്പ കുഴച്ചത്
റെഡിയാകും. നമ്മൾ മീൻ കറി നേരത്തെ ഉണ്ടാക്കി വെച്ചു. ഇതും കൂടെ റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പർ കപ്പ കുഴച്ചത് മീൻ കറിയായിട്ട് കഴിക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ഒരു 5 മിനിറ്റ് കേട്ടോ, ലോ ഫ്ലെയിമിൽ ഇങ്ങനെ കിടക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് തീയങ്ങ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് ഒരു 5 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുവാണ്. തീ ഓഫ് ചെയ്ത് കൊടുത്തു. അപ്പോൾ മീൻകറിയും റെഡിയായി, കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായാലും ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒരു കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി വേറൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ ജിൻസി. താങ്ക് യു.